ചെയ്യാലോ. നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാൾക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് അത് വേണ്ട സിസിലി, ഒരു കൈ സത്യം മതി സിസിലി. സിസിലി ഇങ്ങോട്ട് വാടാ. വേണ്ട വേണ്ട വേണ്ട, ഇത് എന്റെ വൈഫാ. ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയണ്ണ. വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. വണ്ടി കയറോ. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ നീ ഒന്ന് സമാധാനപ്പെടേ. കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ. ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയാ അന്ന് ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്കിപ്പോ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്കിപ്പോ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ 6 പാക്ക് ആക്കണം. മുണ്ടും ജൊബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ട് യോയോ പിള്ളരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിയിട്ടേ ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്. 1 3 2 4 1 2 3. അയ്യോ തെറ്റി. മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം. 2 3 1 4 7 9 8. ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട. തലയൊട്ടി ഭ്രാന്തനാണല്ലേ? സ്വാമി ആയിരുന്നല്ലേ? നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത്. ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ. ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും. ശരി, വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2 4 3 1 4. തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7 2 3 7 4 3 2. ആരാ തെറ്റിച്ച്? ഓടാ പുല്ലേ. ഓ ഗൂർഖാസാണല്ലേ? അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല. 2 കൊണ്ടാ പറയും. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ പണിയും പോകും. 2 കുടുംബം പട്ടിണിയാവും. അടയാളം വല്ലതും? അടയാളം പറഞ്ഞുതരാം. ഒരു 6 അടി പൊക്കം, നല്ല ഒത്ത ശരീരം. തലമുടി കറുത്തതാണ്. നാളെ ഞാൻ കാണിച്ചത്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത്. സത്യമായി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാറിക്കോ. ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് പോകാം. നമ്മളെന്തിനാ അടി വെക്ക്? നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ അടിയല്ലടാ, കാലടി. ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും വരാം. 1 2
മൂന്ന് അഞ്ച് 4 അഞ്ച് ദേ പിന്നെ എണ്ണ തെറ്റി വാ. 5 അഞ്ച് അതിൽ 5 ആറ് നാല് അത് 2 3 7 10 12 1 ആളിവിടെ ഉണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് ആ പടിയും കൊണ്ട വില ഗുണതട്ടില് പണ്ട് കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത് രക്ഷപ്പെട്ടു ദേ. ആയിക്കോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത് ആ. മോനെ മര്യാദക്കാരൻ ആ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട് മുടി കറക്റ്റ് ആണാ ആണാ ബടി പിടി 2 4 3 1 6 ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട ഇയാളൊന്ന് 12 അടി തയ്ക്കോ അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും.